students, welcome back to my class. So today we were going to discuss about the histology of alimentary canal. In the last class we have discussed the digestive system of frog and clear ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് alimentary canalന്റെ ഹിസ്റ്റോളജിയാണ്, അതായത് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ ദ wall of alimentary canal എന്ന് പറയുന്നത്, the wall of alimentary canal have 5 distinct layers ആണുള്ളത്. They are serosa, muscular layer, submucosa, muscularis mucosa and mucosa. അങ്ങനെ 5 ലെയർ കൊണ്ടാണ് എലിമെൻ്ററി കനാലിൻ്റെ വാള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതിൽ സിറോസ ഇസ് ഓൾസോ നോൺ ആസ് വിസറൽ പെരിട്ടോണിയം എന്ന് പറയാറുണ്ട്. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. സോ ദിസ് ആ ഓർഡർ ഇങ്ങനെയാണ്: സിറോസ, മസ്കുലാർ ലെയർ, സബ്മ്യൂക്കോസ, മസ്കുലാരിസ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. ഓക്കെ, സിറോസ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വിസറൽ പെരിട്ടോണിയം. ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കവറിംഗ് ആൻഡ് ഓൾസോ സെർവ് ആസ് ദ ഇന്നർ ലൈനിങ് ഓഫ് സീലം. ഔട്ടർമോസ്റ്റ് ആയാലും കാണാം ടിഷ്യൂ കവറിംഗ് ആണ്, ആൻഡ് സീലത്തിൻ്റെ ഇന്നർ ലൈനിങ് ആണ് എന്ത് സിറോസ എന്ന് പറയുന്നത്. സിറോസ ബക്കൽ ക്യാവിറ്റിയിൽ, ഫാരിങ്സിൽ, ഈസോഫാഗസിലൊക്കെ ആബ്സെൻ്റ് ആണ്. കാരണം അവർ എന്താണ് സീലത്തിന് പുറത്താണ് കാണുന്നത് അല്ലേ. അപ്പോൾ സീലത്തിൻ്റെ ഇന്നർ കവറിംഗ് ആണ് സിറോസ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആബ്സെൻ്റ് ഇൻ ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ് ആൻഡ് ഈസോഫാഗസ്. Then muscular layer എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 sets of involuntary muscles. മസ്കുലർ ലെയറിൽ 2 set of involuntary muscles കാണുന്നുണ്ട്. നെയിംലി ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ആൻഡ് ഇന്നർ സർക്കുലർ മസിൽസ്. ഇതാണ് മസ്കുലർ ലെയർ എന്ന് പറയുന്നത്. അവിടെ 2 തരത്തിലുള്ള സെൽസ് കാണാം: ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് കാണുന്നുണ്ട്. Then comes the submucosa എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ തിക്ക് ലെയർ ഓഫ് ലൂസ്ലി പാക്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സബ്മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയുള്ള കണക്റ്റീവ് ടിഷ്യൂ കാണുന്ന ഒരു തിക്ക് ലെയറാണ് സബ്മ്യൂക്കോസ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ലിംഫ് വെസൽസ്, നെർവ്സ്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്നുണ്ട്. നെക്സ്റ്റ് കംസ് ദ മസ്കുലാരിസ് മ്യൂക്കോസ. അടുത്ത ലെയറാണ് മസ്കുലാരിസ് മ്യൂക്കോസ. ഇറ്റ്സ് എ തിൻ പാച്ച് ഓഫ് മസിൽസ് അറേഞ്ച് ഇൻ വൺ ഓർ ടു ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു തിൻ പാച്ച് ഓഫ് മസിൽസ് ആണ് ഇങ്ങനെ കാണുന്നത്. ഒരു തിൻ പാച്ച് ഓഫ് മസിൽസിനെയാണ് മസ്കുലാരിസ് മ്യൂക്കോസ എന്ന് പറയുന്നത്. And the last layer is mucosa. Mucosa അല്ലെങ്കിൽ mucous membrane is the internal lining of the alimentary canal. Alimentary canalന്റെ internal lining-നെയാണ് നമ്മൾ mucosa എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ലെയർ ഇതാണ് mucosa എന്ന് പറയുന്നത്. In esophagus and pharynx it is formed of stratified squamous epithelium and whereas in stomach and intestine by columnar epithelium. ക്ലിയർ ആയി കാണും. സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും അവർ columnar epithelium കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. മറ്റേ ഈസോഫാഗസിലും ഫാരിങ്സിലും സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് മ്യൂക്കോസ ഉണ്ടാക്കിയിട്ടുള്ളത്. മ്യൂക്കോസയിൽ ഗോബ്ലറ്റ് സെൽസ് കാണുന്നുണ്ട്. ലാർജ് നമ്പർ ഓഫ് ഗോബ്ലറ്റ് സെൽസ് കാണുന്നുണ്ട്. എവിടെ? ഇൻ സ്റ്റൊമക്ക് മ്യൂക്കോസ ഇസ് ഗ്രേറ്റ്ലി ഫോൾഡഡ് ആൻഡ് ഇമാജിനേറ്റഡ് ഫോമിംഗ് ന്യൂമറസ് ട്യൂബുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. സോ മ്യൂക്കോസയിൽ ഒരുപാട് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണും സ്റ്റൊമക്കിൽ. ഇതാണ് ഗോബ്ലറ്റ് സെൽസ്. ഇത് ഇൻഡസ്റ്റൈനിലാണ്. അപ്പോൾ മ്യൂക്കോസ ഇൻഡസ്റ്റൈനിൽ ഇവിടെ ഇങ്ങനെ ഗോബ്ലറ്റ് സെൽസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇൻ സ്റ്റൊമക്കിലാണെങ്കിൽ അവിടെ കാണുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ്. ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ മ്യൂക്കോസ കണ്ടെയ്ൻസ് ലാർജ് നമ്പർ ഓഫ് യൂണിസെല്ലുലാർ മ്യൂക്കസ് ഗ്ലാൻസ് അല്ലെങ്കിൽ ഗോബ്ലറ്റ് സെൽസ്. കണ്ടോ ഇവിടെ ഇങ്ങനെ ഗോബ്ലറ്റ് സെൽസ് കാണാം. ഇൻ സ്റ്റൊമക്ക് അല്ല ഇൻ ഇൻഡസ്റ്റൈൻ. ഓക്കെ, ഇൻഡസ്റ്റൈനിൽ ഗോബ്ലറ്റ് സെൽസ് കാണുന്നു. അതുപോലെ തന്നെ സ്റ്റൊമക്കിലാണെങ്കിൽ അവിടെ കാണുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആണ് കാണുന്നത്. സോ നമ്മൾ ഈ എലിമെൻ്ററി കനാലിൻ്റെ ഹിസ്റ്റോളജിയാണ് നോക്കിയത്. നമുക്ക് ഇനി എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഡൈജസ്റ്റീവ് ഗ്ലാൻസ്, അതിൻ്റെ സെക്രീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇൻക്ലൂഡ് ലിവർ, പാൻക്രിയാസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ്. ഓക്കെ, അതിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആർ സീൻ ഓൺ ദ സ്റ്റൊമക് വാൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്റ്റൊമക് വാളിൽ ഈ മ്യൂക്കോസ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫോൾഡഡ് ആൻഡ് ഇമാജിനേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണുന്നുണ്ട്. ഇവിടെ കണ്ടല്ലോ, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണുന്നുണ്ട്. ദിസ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് HCl ആൻഡ് പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം പെപ്സിൻ. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൻ്റെ സെക്രീഷനാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അതിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തന്നെ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം ആയുള്ള പെപ്സിനും അടങ്ങിയിരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ ലിവർ ഈസ് എ മാസീവ് ആൻഡ് ട്രൈലോബ്ഡ് ഗ്ലാൻഡ് ആണ് വിത്ത് മീഡിയം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സ്. ലിവർ ഇവിടെ കാണുന്നത് ട്രൈലോബ്ഡ് ആയിട്ടാണ്. 3 ലോബ് കാണാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അതുപോലെ തന്നെ മീഡിയം ലോബ് കാണുന്നുണ്ട്. പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ഇറ്റ്സ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സ് ഇസ് എ ഗോൾ ബ്ലാഡർ. ആ 2 ലോബിൻ്റെ ഇടയിലായിട്ട് ഗോൾ ബ്ലാഡർ കാണാം.
Springing from the gallbladder is the cystic duct. അതിന് ഈ ഗോൾ ബ്ലാഡറിന് താഴേക്ക് സിസ്റ്റിക് ഡക്റ്റ് കാണുന്നുണ്ട്. ഈച്ച് ലിവർ ലോബ് കൺസിസ്റ്റ് ഓഫ് സെവറൽ വെരി സ്മോൾ ലിവർ ലോബ്യൂൾസ്. ഓരോ ലിവർ ലോബിലും എന്ത് കാണുന്നുണ്ട്? 3 ലോബ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ലിവർ ലോബിലും സെവറൽ സ്മോൾ വെരി സ്മോൾ ആയുള്ള ലിവർ ലോബ്യൂൾസ് കാണുന്നുണ്ട്. ആൻഡ് ഈച്ച് ലോബ്യൂൾ ഈസ് ഫോംഡ് ഓഫ് ന്യൂമറസ് പോളിഹെഡ്രൽ ആൻഡ് ക്യൂബോയിഡൽ സെൽസ് കോൾഡ് ഹെപ്പാറ്റിക് സെൽസ്. അപ്പോൾ ലിവറിൻ്റെ ബേസിക് യൂണിറ്റ് പറയുന്നത് ഹെപ്പാറ്റിക് സെൽസ് ആണെന്ന് പറയാം. The spaces in between the liver lobules contain connective tissue, blood capillaries and blood sinuses. Okay. അത് പറഞ്ഞത് മാസീവ് ട്രൈലോബ് ഗ്ലാൻഡ് ആണ്. അതിൻ്റെ ലെഫ്റ്റിൻ്റെ റൈറ്റിൻ്റെ ലോബിൻ്റെ ഇടയിലായിട്ട് ഗോൾ ബ്ലാഡർ കാണാം. ഗോൾ ബ്ലാഡറിൽ നിന്ന് സിസ്റ്റിക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഓരോ ലിവർ ലോബും ഉണ്ടാക്കിയിട്ടുള്ളത് ലിവർ ലോബ്യൂൾസ് കൊണ്ടാണ്. ഓരോ ലോബ്യൂളും ഉണ്ടാക്കിയിട്ടുള്ളത് ഹെപ്പാറ്റിക് സെൽസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി എന്താണ് അവർ സെക്രീറ്റ് ചെയ്ത് നോക്കാം. ലിവർ സെൽസ് സെക്രീറ്റ് an alkaline juice called bile. ബൈൽ ആണ് ലിവർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ന്യൂമറസ് ബൈൽ ചാനൽസ് ഓർ ബൈൽ കാപ്പിലറീസ്. ഈ ബൈലിനെ കളക്ട് ചെയ്യുന്നത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബൈൽ ചാനൽസ് അല്ലെങ്കിൽ ബൈൽ കാപ്പിലറീസ് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ബൈൽ ചാനൽസും ബൈൽ കാപ്പിലറീസും മെർജ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഹെപ്പാറ്റിക് ഡക്റ്റ്. ഓക്കെ, ദേ ജോയിൻ ദ സിസ്റ്റിക് ഡക്റ്റ്. ഈ ഹെപ്പാറ്റിക് ഡക്റ്റ് പിന്നീട് സിസ്റ്റിക് ഡക്റ്റിനായിട്ട് ജോയിൻ ചെയ്യുന്നു ആൻഡ് ഫോം ദ ബൈൽ ഡക്റ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിസ്റ്റിക് ഡക്റ്റ് നമ്മൾ ഗോൾ ബ്ലാഡറിൽ നിന്ന് സ്പ്രിങ് ചെയ്ത് കിടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ലിവർ സെൽസിൽ നിന്ന് ബൈൽ സെക്രീറ്റ് ചെയ്യുന്നു. ബൈൽ ചാനൽസിലൂടെയും ബൈൽ കാപ്പിലറീസിലൂടെയും കളക്ട് ചെയ്തിട്ട് അവർ മെർജ് ചെയ്തിട്ട് ഹെപ്പാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ ഹെപ്പാറ്റിക് ഡക്റ്റ് സിസ്റ്റിക് ഡക്റ്റിനായിട്ട് ജോയിൻ ചെയ്തിട്ട് ബൈൽ ഡക്റ്റ് ഫോം ചെയ്യുന്നു. ബൈൽ ഡക്റ്റ് പാസസ് ത്രൂ ദ പാൻക്രിയാസ് ആൻഡ് ഓപ്പൺസ് ടു ഡുവോഡിനം. പാൻക്രിയാസിലൂടെ പാസ് ചെയ്തിട്ട് ഡുവോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ബൈൽ മേ ബി ഡയറക്ട്ലി ഡ്രെയിൻ ടു ഡുവോഡിനം. ഒന്നുകിൽ ആ ബൈലിനെ നമുക്ക് നേരിട്ടിട്ട് ഡുവോഡിനത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാം. ഡുവോഡിനം എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് തുടക്കത്തിലെ ഭാഗത്തിന് ഡുവോഡിനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ടിട്ട് ഡയറക്റ്റ്ലി ഡ്രെയിൻ ചെയ്യാം. ഓർ അവിടെ സ്റ്റോർ ചെയ്യാം. ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് ഡുവോഡിനത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാം. സോ ബൈൽ കണ്ടെയ്ൻസ് നോ ഡൈജസ്റ്റീവ് എൻസൈം. ഡൈജസ്റ്റീവ് എൻസൈംസ് ബൈലിൽ കാണുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ഇസ് എ ഡിഫ്യൂസ് ആൻഡ് ഇറഗുലർലി ബ്രാഞ്ച്ഡ് ഗ്ലാൻഡ് ആണ്. സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ സ്റ്റൊമക്ക് ആൻഡ് ഡുവോഡിനം. ഡുവോഡിനത്തിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും, അതായത് സ്റ്റൊമക്കിൻ്റെയും ഡുവോഡിനം എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് കാണുന്നതാണ് പാൻക്രിയാസ്. ഇറ്റ്സ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. വൈ ഇറ്റ്സ് കോൾഡ് ആസ് ഹെട്രോക്രൈൻ ഗ്ലാൻഡ്? എന്തുകൊണ്ടാണ് ഇതിനെ ഹെട്രോക്രൈൻ എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് enzyme secreting exocrine portions and also hormone secreting endocrine portions. എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന എക്സോക്രൈൻ പോർഷനും കാണുന്നുണ്ട്, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ പോർഷനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ പാർട്ട് സെക്രീറ്റ്സ് ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. ആൽക്കലൈൻ ആയുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എക്സോക്രൈൻ പോർഷൻ. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് 3 enzymes. 3 enzymes അതിലുണ്ട്. ദേ ആർ അമിലോപ്സിൻ, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ഓക്കെ, എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന 3 enzymes ആണ്. സ്റ്റാർച്ചിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന അമിലോപ്സിൻ, പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്സിൻ, ഫാറ്റ് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള ലിപ്പേസ്. ഓക്കെ, എക്സോക്രൈൻ പോർഷൻ ഓഫ് പാൻക്രിയാസ് ഇസ് എ കോമ്പൗണ്ട് ട്യൂബുലോ ആൽവിയോളർ ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ന്യൂമറസ് ഗ്ലാൻഡുലാർ ആൻഡ് വെസിക്കുലർ ചേമ്പേഴ്സ് കോൾഡ് ആൽവിയോളെ. ഒരുപാട് ആൽവിയോളെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് അസൈനർ അല്ലെങ്കിൽ അസൈന എന്ന് പറയും. Acinar cells are glandular and they contain zymogen granules which later on become active enzyme molecules. അതിൽ സൈമോജൻ ഗ്രാനുൾസ് കാണുന്നുണ്ട്. ഈ സൈമോജൻ ഗ്രാനുൾസ് ലേറ്റർ എന്തായി മാറുന്നു? ആക്റ്റീവ് ആയുള്ള എൻസൈംസ് ആയിട്ട് മാറുന്നു. സോ ഈ അസൈനർ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ദേ അറേഞ്ച് അറൗണ്ട് സെൻട്രൽ ലൂമൺ. ഒരു സെൻട്രൽ ലൂമണിന് ചുറ്റൂറാണ് അസൈനർ സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈച്ച് അസൈനസ് കണ്ടിന്യൂസ് ആസ് എ സ്മോൾ ട്യൂബ്യൂൾ ഓഫൺ കോൾഡ് ഇൻട്രാലോബുലാർ ഡക്റ്റ്. ഓരോ അസൈനസും ഒരു സ്മോൾ ട്യൂബ്യൂളായിട്ട് മാറുന്നുണ്ട്. അതിന് നമ്മൾ ഇൻട്രാലോബുലാർ ഡക്റ്റ് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഡക്റ്റ് ജോയിൻ ചെയ്തിട്ട് ഇന്റർലോബുലാർ ഡക്റ്റ് ഫോം ചെയ്യുന്നു. സെവറൽ ഇന്റർലോബുലാർ ഡക്റ്റ് ഫോം ചെയ്തിട്ടാണ് പാൻക്രിയാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾ ദി പാൻക്രിയാറ്റിക് ഡക്റ്റ് ജോയിൻ ദ ബൈൽ ഡക്റ്റ് ആൻഡ് ഫോം ദ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. സോ അസൈനർ സെൽസ് എന്ന് പറയുന്നത് സെൻട്രൽ ലൂമണിൻ്റെ ചുറ്റുപാടും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ അസൈനർ സെൽസ് ഒരു സ്മോൾ ട്യൂബ്യൂളായിട്ടാണ് കാണുന്നത്. അതിനാണ് ഇൻട്രാലോബുലാർ ഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രാലോബുലാർ ഡക്റ്റ് ജോയിൻ ചെയ്തിട്ട് ഇന്റർലോബുലാർ ഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇന്റർലോബുലാർ ഡക്റ്റ് ജോയിൻ ചെയ്തിട്ട് പാൻക്രിയാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യുന്നു. എല്ലാ പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടി ബൈൽ ഡക്റ്റിനായിട്ട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി the endocrine portion of the pancreas consists of scattered groups of endocrine cells called
pancreatic islets of Langerhans. Okay, exocrine portion കാര്യമാണ് പറഞ്ഞത്. ഇനി endocrine portion പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് this is islets of Langerhans. Endocrine portionൽ scattered groups of endocrine cells കാണാം. They are known as islets of Langerhans. Okay, അതിനാണ് നമ്മൾ islets of Langerhans എന്ന് പറയുന്നത്. അത് irregularly അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. And their cells are closely packed ആണ് without a central lumen. And islets of Langerhans secrete the hormone insulin. ഈ islets of Langerhans ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ intestinal glands are seen on the epithelial lining of small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ എപ്പിത്തീലിയൽ ലൈനിങ്ങിൽ intestinal glands കാണുന്നുണ്ട്. They secrete intestinal juice. Okay, അപ്പോൾ intestinal juice സെക്രീറ്റ് ചെയ്യുന്നുണ്ട് which contain carbohydrate splitting, protein splitting and fat splitting enzymes. സോ നമ്മൾ പറഞ്ഞത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിനെ പറ്റി പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഹിസ്റ്റോളജി പറഞ്ഞു. എലിമെൻ്ററി കനാലിൻ്റെ 5 ലെയർ ഉണ്ട്. സിറോസ, മ്യൂക്കോസ ലെയർ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആയിരുന്നു. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, ലിവർ, പാൻക്രിയാസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HCl അതുപോലെ തന്നെ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈംസ് കാണുന്നു. പിന്നെ ലിവറിൻ്റെ കാര്യം പറഞ്ഞു. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ബൈലാണ്. ദെൻ പാൻക്രിയാസ് പറഞ്ഞു. പാൻക്രിയാസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ പോർഷനും കാണുന്നുണ്ട്, എൻഡോക്രൈൻ പോർഷനും കാണുന്നുണ്ട്. എക്സോക്രൈൻ പോർഷനിൽ അസൈനർ സെൽസ് കാണുന്നു. അവിടെ ഇത് കണ്ടെയ്ൻ സൈമോജൻ ഗ്രാനുൾസ് കാണുന്നുണ്ട്. എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് അമിലോപ്സിൻ, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. അതുപോലെ എൻഡോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമാണ് അവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണുന്നു. അത് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഇൻസുലിൻ. ഓക്കെ, പിന്നെ ഇതൊന്നും കൂടാതെ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്നുണ്ട്. അവർ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ്, പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് ആൻഡ് ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈംസ് കാണുന്നുണ്ട്. ഓക്കെ, സോ പിന്നെ ഇതിന് ഡൈജഷൻ, ഫ്രോഗിന് ഡൈജഷൻ പറയുകയാണെങ്കിൽ ഫ്രോഗ് ഒരു കാർണിവോർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഫീഡ് ഓൺ മെയിൻലി അപ്പോൺ ഇൻസെക്ട്സ്, എർത്തുവംസ് ആൻഡ് സ്മോൾ അതർ എനിമൽസ്. ആൻഡ് ടങ് ആണ് അതിൻ്റെ ഫുഡ് ക്യാപ്ചറിനുള്ള ഓർഗൻ എന്ന് പറയുന്നത്. പ്രേ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഫ്രോഗ് ഇങ്ങനെ നാവ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് അല്ലേ. പ്രേ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഫ്രോഗ് ഷൂട്ട് ഔട്ട് ഇറ്റ്സ് ടങ് വിത്ത് ലൈറ്റ്നിങ് സ്പീഡ് ആൻഡ് എക്സ്ട്രീം പ്രിസിഷനിൽ ആ ടങ്ക് പുറത്തേക്ക് ഇടുന്നു. അതുപോലെ തന്നെ അതിനെ ക്യാച്ച് ചെയ്യുന്നു. ആ ടങ്ക് സ്റ്റിക്കി ആയതുകൊണ്ട് തന്നെ ആ പ്രേ അതിന് മുകളിൽ ക്യാച്ച് ചെയ്യപ്പെടുന്നു, അതിനെ സ്വാളോ ചെയ്യുന്നു. ഓക്കെ, മാക്സിലറി ടീത്ത് പ്രിവെൻറ്റ് ദ പ്രേ ഫ്രം എസ്കേപ്പിംഗ് ഔട്ട്. ആ പ്രേ പുറത്ത് പോകാതെ ഹെൽപ്പ് ചെയ്യുന്നത് മാക്സിലറി ടീത്താണ്. പിന്നെ അതിന് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റൊമക്കിലാണ്. ഫസ്റ്റ് ആ പ്രേനെ കിൽ ചെയ്യുന്നത് HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കില്ല് ചെയ്യുന്നു. ദെൻ അതിന് മുകളിൽ പെപ്സിൻ ആക്ട് ചെയ്യുന്നു. ഗ്യാസ്ട്രിക് ജ്യൂസ് എൻസൈം ആയിട്ട് പെപ്സിൻ ആക്ട് ചെയ്യുന്നു. പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ആ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡിന് നമ്മൾ പറയുന്ന പേരാണ് കൈം എന്ന് പറയും. ആൻഡ് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പാസ് ചെയ്യും. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൈൽ ആക്ട് ചെയ്യുന്നു. ആൻഡ് പാൻക്രിയാറ്റിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് ആ കൈമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. ഈ ബൈൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഫാറ്റ്സിനെ എമൾസിഫൈ ചെയ്യും, ന്യൂട്രലൈസസ് ദ acidity of chyme and renders the action of pancreatic and intestinal enzymes easy ആയി കൊടുക്കും ബൈൽ. പാൻക്രിയാറ്റിക് എൻസൈംസ് അതിൻ്റെ ഫർദർ ഡൈജഷൻ പോസിബിൾ ആക്കും. അമിലോപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റും. ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോൺസും അമിനോ ആസിഡ് ആക്കി മാറ്റും. ലിപ്പേസ് ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റും. ഇതൊന്നും കൂടാതെ ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് അതിന് കംപ്ലീറ്റ് ആൻഡ് ഫൈനൽ ഡൈജഷൻ പോസിബിൾ ആക്കും. അതുകൂടാതെ ചില അബ്സോർപ്റ്റീവ് സെൽസ് ഉണ്ട് ഇൻറ്റസ്റ്റൈനൽ വാളിൽ. അത് ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ബാക്കി വരുന്ന അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നു? ക്ലോയാക്കൽ ഓപ്പണിംഗ് വഴി ഫീക്കസ് ആയിട്ട് പുറത്തു പോകുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീഫീക്കേഷൻ എന്ന് പറയുന്നത്. The passage of food along the alimentary canal is by the peristaltic movement of its walls. Alimentary canalലൂടെ പാസ് ചെയ്യുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഓഫ് അതിൻ്റെ വാൾസിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴിയാണ്. ആൻഡ് ദിസ് ഇൻവോൾവ്സ് ദ റിതമിക് വേവ്സ് ഓഫ് കോൺട്രാക്ഷൻ പാസിംഗ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ്. അവിടെ ഒരു റിതമിക് ആയുള്ള കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതിനാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റ് വഴിയാണ് എലിമെൻ്ററി കനാലിലൂടെ ഫുഡ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡൈജഷനെ പറ്റിയിട്ടും അതിൻ്റെ ഗ്ലാൻഡ്സിനെ പറ്റിയിട്ടും പറയാനുള്ളത്. Okay, thank you.